ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇ.ഡി. റെയ്ഡ് പൂർത്തിയായി 3 സംസ്ഥാനങ്ങളിലായി 21 ഇടങ്ങളിലായിരുന്നു പരിശോധന നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന 22 മണിക്കൂർ നീണ്ടു. ഇന്നലെ രാവിലെ 6 മണിയോടുകൂടി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ 4-നാണ് അവസാനിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇ.ഡി. റെയ്ഡ്, ഇ.ഡി. വരാതിരിക്കാൻ ഇവർ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഇ.ഡി. എത്തി. ഇപ്പോൾ കാടടച്ചുള്ള ഒരു പരിശോധന നടക്കുന്നു. 22 മണിക്കൂർ നീണ്ട പരിശോധന, മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നടന്ന പരിശോധന എങ്ങനെയാണ് ലഭിക്കുന്നവർ? രാഖി, വലിയ തരത്തിലുള്ള ഒരു റെയ്ഡാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നും എൻഫോഴ്സ്മെന്റ് ഭാഗത്തു നിന്നും ഇന്നലെ നടന്നത്. 21 ഇടങ്ങളിൽ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 21 ഇടങ്ങളിലാണ് ഒറ്റ സമയത്ത് ഒരേ സമയം റെയ്ഡ് നടന്നത്. ഇതിൽ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ്, സ്വർണ്ണക്കടത്ത് നടന്ന സമയത്തുള്ള ആ മിനിറ്റ്സുകൾ, ബാങ്ക് ഇടപാട് രേഖകൾ, മരാമത്ത് വിഭാഗത്തിന്റെ കരാറുകൾ തുടങ്ങിയ രേഖകളടക്കം, അതായത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെതും മറ്റ് ഇടങ്ങളിലുമൊക്കെയുള്ള രേഖകളെല്ലാം ഇ.ഡി. പരിശോധിച്ചു. അതോടൊപ്പം തന്നെ സമഗ്രമായ വിവരങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. 22 മണിക്കൂർ നീണ്ടതായിരുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ റെയ്ഡ് എന്ന് പറയുന്നത്. 22 മണിക്കൂറോളം നീണ്ട, അതായത് ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആ റെയ്ഡ് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ എല്ലാ 3 സംസ്ഥാനങ്ങളിലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇടങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും, തിരുവനന്തപുരം, അതായത് ഈ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും അടക്കമുള്ള 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിപ്രധാനമായിട്ടുള്ള ഒരു റെയ്ഡാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇ.ഡിയുടെ ഭാഗത്തുനിന്നും നടന്നത്. അതിൽ നിരവധി രേഖകൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം നടന്ന സ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി രേഖകൾ കണ്ടെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ചില നിർണായക നീക്കങ്ങളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഭാഗത്ത് നിന്ന് നടന്നത്. യാതൊരു മുന്നറിയിപ്പുകളും കൂടാതെ പെട്ടെന്നുള്ളൊരു നീക്കമായിരുന്നു ഈ ഇത്തരത്തിൽ റെയ്ഡിലൂടെ നടത്തിയത്. ഇതിലൂടെ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങൾ ശേഖരിക്കുക, ആ ഡീറ്റെയിൽസ് സ്വീകരിക്കുക. അതിനുശേഷം അത് പഠിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും ഒരു റെയ്ഡ് കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടരും അല്ലേ? അതായത് പിടിച്ചെടുത്തവയിൽ പല നിർണായകമായ കണ്ടെത്തലുകളുണ്ട്, പലതരത്തിലുള്ള ക്രമക്കേടുകൾ നമ്മുടെ ഈ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും രാഖി, റെയ്ഡ് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും റെയ്ഡിന് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം നിലവിൽ പിടിച്ചെടുത്ത ആ രേഖകൾ കൃത്യമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഒരു റെയ്ഡ് കൂടി നടത്തും. ഈ റെയ്ഡ് കൂടി നടത്തി തുടർന്ന് പിടിച്ചെടുക്കുന്നതും കണ്ടെത്തുന്നതുമായിട്ടുള്ള വിവരങ്ങൾ താരതമ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുക. മാത്രമല്ല, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്കൊക്കെ എത്തുക. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച മാത്രമല്ല, അത് മറ്റ് രീതിയിലുള്ള ക്രമക്കേടുകൾ കൂടി നടന്നിട്ടുണ്ടോ എന്നൊരു അത്തരം ക്രമക്കേടുകൾ കൂടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കവർച്ചയ്ക്കൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അത് കണ്ടെത്തണം. ഈ കാലയളവിലെല്ലാം, അതായത് ശബരിമലയിലെ ഈ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും, എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളും, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ധനസംബന്ധമായിട്ടായാലും ശരി, മറ്റു രീതിയിലായാലും ശരി, ഇടപാടുകൾ എന്തൊക്കെ തരത്തിൽ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളടക്കം നേരത്തെ നടന്ന, അതായത് ഇടത് വലത് സർക്കാരുകളുടെ എല്ലാം കാലത്ത് നടന്ന ഇതെല്ലാം കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇ.ഡിയുടെ ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകും, തുടർന്നും റെയ്ഡുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഒരു റെയ്ഡിന് നീക്കം നടത്തിയത്, എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്ത് നീക്കം നടത്തിയത്. ഇതിലൂടെ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു, ബാങ്ക് രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ ഉള്ള നിരവധി അനവധിയായിട്ടുള്ള രേഖകളടക്കം പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുണ്ടായത്. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡിന്റെ നന്ദൻകോട്ടെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെ റെയ്ഡ് ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത്. ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, ദേവസ്വം ബോർഡിന്റെ മറ്റ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ വാസുവിന്റെ ആയാലും ശരി, പത്മകുമാറിന്റെ ആയാലും ശരി വീടുകളിലുണ്ടായിരുന്നു. മുരാരി ബാബുവിന്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അതോടൊപ്പം തന്നെ ചെന്നൈയിലും കർണാടകയിലും കേന്ദ്രീകരിച്ച്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുമെല്ലാം റെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ
ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഒരേ സമയം റെയ്ഡ് ഇഡിയുടെ ഭാഗത്ത് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലാണ് ഇത്തരത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ, ചില രേഖകളെല്ലാം കണ്ടെടുത്തു എന്ന അടക്കമുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പ്രശാന്ത്, അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്. അതായത് ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ റെയ്ഡിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. രാഖി, തീർച്ചയായും സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ റെയ്ഡാണ്. ഏറ്റവും വലിയ റെയ്ഡിന് തന്നെയാണ് ഈ സാക്ഷ്യം വഹിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന, ഇത്രയും സമയമെടുത്തുള്ള ഒരു റെയ്ഡ് കൂടി ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം. ശബരിമല സ്വർണ്ണ കവർച്ച, ആ സ്വർണ്ണ കവർച്ചയുടെ പ്രാധാന്യം, അതായത് എത്രത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് നോക്കിക്കാണുന്നത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം ഈ ഭക്തരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചൊരു സംഭവമാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത്. ഇതിനകത്ത് വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേവലം ഒരു സ്വർണ്ണ കവർച്ച മാത്രമല്ല, ഇതിന് പിന്നിൽ ഒട്ടേറെ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത് ഇഡിക്ക് കൂടി ഈ അന്വേഷണം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം SIT അന്വേഷണം നടത്തുന്നെങ്കിൽ പോലും ആ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അറിയാം ഇത് കാര്യക്ഷമമല്ലാതെയാണ് നടക്കുന്നതെന്നടക്കമുള്ള വിവരങ്ങൾ നമുക്ക് തന്നെ അറിയാം. കാരണം ഈ കാലഘട്ടത്തിലൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കവും രാഷ്ട്രീയ ഇടപെടൽ ഈ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതൊരു ഈ അന്വേഷണത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കൂടുതൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിൻ്റെ തെളിവുകൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ തെളിവുകളൊക്കെ ലഭിക്കണമെങ്കിൽ അതിന് കൃത്യമായി മറ്റൊരു കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം ഉണ്ടാകുന്നത്. അതിലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് വളരെ നിർണായകമായ രീതിയിലുള്ളൊരു നീക്കം ഇഡിയുടെ ഭാഗത്ത് നടക്കുന്നത്. ആരെയും അറിയിക്കാതെ പെട്ടെന്ന് ഒരേ സമയത്ത് 21 സ്ഥലങ്ങളിലായി 3 സംസ്ഥാനങ്ങളിൽ 21 സ്ഥലങ്ങളിൽ അതിവേഗമായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ് ഈ റെയ്ഡ് ആരംഭിക്കുന്നത്. യാതൊരുവിധ മുന്നറിയിപ്പോ മറ്റു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥർക്കാർക്കും യാതൊരുവിധ മുന്നറിയിപ്പുകളും നൽകാതെ പെട്ടെന്നുള്ള നീക്കമായിരുന്നു എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യം അടക്കമുള്ളവ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇഡി അന്വേഷണം നടക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി രേഖകൾ കണ്ടെടുത്തിരിക്കുന്നു, ബാങ്ക് ഡീറ്റെയിൽസ് കണ്ടെടുത്തിരിക്കുന്നു. അങ്ങനെ ഇതിൽ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് തയ്യാറെടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡിലേക്ക് ഇഡി ചെന്നെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിലാണ് ഇത്തരം ചില നിർണായക രേഖകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും തുടർന്നും റെയ്ഡുകൾ ഉണ്ടാകുമെന്നത് അടക്കമുള്ള വിവരങ്ങളും ലഭിക്കുന്നു. എന്തായാലും തിരുവിതാംകൂർ ആസ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി ഇഡി എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാകും രണ്ടാമത് ഒരിക്കൽ കൂടി ഈ ഇഡി എത്തുന്നത്. അതിനുശേഷം തുടർന്നുള്ള ഈ രേഖകൾ പൂർണ്ണമായും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കപ്പെടുന്നവരുടെ എണ്ണം ഉണ്ടാകുക. കൂടുതൽ ഉന്നതർക്കടക്കം ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, നമുക്കറിയാം ഇപ്പോഴും പൂർണ്ണമായും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉന്നതർ ആരാണ്, ആ ഉന്നതരിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ഉന്നതരിലേക്കൊന്നും എത്തിയിട്ടില്ല. തുടർന്നും ഇനിയും കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം കൂടി ശക്തമാകുന്നതോടെ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ആ നിലയിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. പെട്ടെന്നുള്ള റെയ്ഡിലൂടെയാണ് കഴിഞ്ഞ ദിവസം 21-ലധികം കേന്ദ്രങ്ങളിൽ വളരെ പെട്ടെന്ന് വളരെ നിർണായകമായ ചടുലമായ നീക്കങ്ങളിലൂടെ റെയ്ഡ് നടത്തുന്ന സാഹചര്യമുണ്ടായത്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടവരുടെയും മറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അടക്കമായിരുന്നു റെയ്ഡ് നടന്നത്. 21 കേന്ദ്രങ്ങൾ, 3 സംസ്ഥാനങ്ങളിലുള്ള 21 കേന്ദ്രങ്ങൾ. അത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ റെയ്ഡ് ഏകദേശം ഇന്ന് പുലർച്ചെയോടെ, കഴിഞ്ഞ ദിവസം 6 മണിക്കാണ് റെയ്ഡ് ആരംഭിക്കുന്നതെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വലിയ സമയമെടുത്തുകൊണ്ടുള്ള ഒരു നീക്കങ്ങളായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ ചെന്നെത്തുന്ന തരത്തിലുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും. ഇനിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഇഡിയുടെ ഭാഗത്തു നിന്നുമുള്ള റെയ്ഡുകൾ തുടർന്നും ഉണ്ടാകും. ഈ രേഖകൾ, പിടിച്ചെടുത്ത രേഖകളെല്ലാം പൂർണ്ണമായും പരിശോധിച്ച ശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേസിൽ ഇഡി റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട്.